ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ തന്നെ അടുപ്പുകളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് എല്ലാ അടുപ്പുകളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം ഒരു 6:15 അപ്പം എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ കാര്യം സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വന്നവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ടിരിക്കുന്ന കേട്ടോ, അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. നല്ല രസമുള്ള ഒരു അമ്പലമാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ഒരുപാട് പൊങ്കാലയുണ്ട്, ഇത് കണ്ടോ. അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അമ്മയോട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴേക്കും അമ്മ തിരളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ തിരളിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കല്യാണി എണീറ്റില്ലായിരുന്നു കേട്ടോ. കല്യാണി അപ്പോൾ വിളിച്ചുണർത്തുവാണ്, സമയമായി. പിന്നീട് കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. ഇതാ കല്യാണി ഉണ്ട് ഉറങ്ങിയിരിക്കുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ അമ്മയെ സഹായിക്കാൻ വേണ്ടി നിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. പൊങ്കാലയ്ക്ക് വേണ്ടി ആര് പറഞ്ഞാലും ഞാൻ ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നിരുന്നു. അതിന് ശേഷം ഓപ്പോസിറ്റ് എല്ലാം പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കല്യാണി പിണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഏകദേശം 10:15 മണിയൊക്കെ ആയപ്പം അടുപ്പുകളിലൊക്കെ തീ പടർന്നു. ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഈ വർഷവും ഞാൻ പൊങ്കാലയിടുന്നത്. ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ആറ്റുകാൽ അമ്മയുടെ നടയിൽ പൊങ്കാലയിടാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വർഷവും അമ്മ എനിക്ക് അതിനുള്ള ഭാഗ്യം തന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയണമെന്നറിയത്തില്ല. പൊങ്കാല ഇടുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ്. ആറ്റുകാലമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം നൽകട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെതാ പൊങ്കാല തിളച്ച് തൂവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര സന്തോഷമാണ് കേട്ടോ. അത് പൊങ്കാല ഇടുന്നവർക്കേ അതിൻ്റെ ആ ഒരു സന്തോഷം ഒക്കെ ഫീലിങ്സൊക്കെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ പൊങ്കാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പിൽ നിന്ന് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ പൊങ്കാലയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് 2-3 പൊങ്കാല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തിരളിത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. അത് ആവുന്നതനുസരിച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. കല്യാണി ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എല്ലാം സെറ്റായി നോക്കുവാണ്, തിരളിയൊക്കെ വെന്തോ എന്നുള്ള കാര്യമൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 1:15 ആയപ്പം പൊങ്കാല നിവേദ്യത്തിന് സമയമായി. അപ്പം പോറ്റി വരുന്നുണ്ട് നിവേദ്യത്തിന്. അത് നിവേദ്യമൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ചേച്ചിയും അമ്മയും കൂടെ എല്ലാം അകത്തോട്ടെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോ ഒരുപാട് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റാഞ്ഞിട്ടാണ്. അപ്പം ഉള്ള വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.